വീണ്ടും സഹകരണ ബാങ്കിന്റെ ജപ്തി ഭീഷണിയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ്. കോട്ടയം കൊല്ലാടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കൊല്ലാട് സ്വദേശിയായ റെജി എബ്രഹാമാണ് ഇന്ന് ആത്മഹത്യ ചെയ്തത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം കോട്ടയം നഗരമധ്യത്തിലുള്ള മെട്രോ ലോഡ്ജിൽ നിന്നുമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ 3 ദിവസമായി ഇദ്ദേഹം ആ ഒരു ലോഡ്ജിൽ ഉണ്ടായിരുന്നു. ഈ മാസം 21-നാണ് അദ്ദേഹം ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ പരിശോധിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ വീടും പറമ്പും ജപ്തി ഭീഷണിയിലായിരുന്നു. ഈ വീടും പറമ്പും നഷ്ടപ്പെടുമെന്നുള്ളൊരു മനോവിഷമത്തിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ വീട്ടുകാർ ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഒരു ജനങ്ങളെ പോലും ജപ്തി ചെയ്തതെന്നാണ്. ഈ സണ്ണിയുടെ ജപ്തിയായി ബന്ധപ്പെട്ട് ഡിസംബർ മാസം ഇവിടെ നോട്ടീസ് അടിച്ചു. അതിനാ സണ്ണി എന്നെ കാണാൻ വന്നിരുന്നു. ബഹുമാനപ്പെട്ട MLA കാണാൻ വന്നു. ഞങ്ങൾ JR-ഉമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അന്നേരം ബാങ്ക് പറഞ്ഞു കുറച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പം മാർച്ച് മാസം 3-ാം തീയതി ജപ്തി ചെയ്തു എന്ന് പറഞ്ഞാണ് ഇട്ടേക്ക്. ഈ ഒരു ജപ്തി തന്നെയല്ല, കൊല്ലാട് സർവീസ് ബാങ്കിൽ ഏതാണ്ട് 42 പേരെ ജപ്തി ചെയ്യാനായിട്ട് നോട്ടീസ് ഇടുക. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു മാനേജറുടെ ചേട്ടന്, ഈ കൊല്ലാട് കോപ്പറേറ്റീവ് ബാങ്കിൽ ഇരിക്കുന്ന അജയ് എന്ന് പറഞ്ഞ ഒരു മാനേജറുടെ ചേട്ടന് ഡയറക്ടർ ബോർഡ് കൂടി 10 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് കൊടുത്ത് ആധാരം വിട്ടു ചെയ്ത് കൊടുത്തു. ഞങ്ങൾ അദ്ദേഹത്തിന് ആധാരം വിട്ടു ചെയ്ത് കൊടുത്തതിനൊന്നും പ്രതിഷേധം പറയുന്നില്ല. പക്ഷേ ഈ 42 പേർക്കും ആനുകൂല്യം കൊടുക്കണ്ടേ? ഈ 2.5 സെന്റാണ് സണ്ണിയുടെ പേരിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ 2.5 സെന്റ് സ്ഥലമാണ്. ഈ 2.5 സെന്റ് സ്ഥലത്തിൻ്റെ അകത്ത് 5 ലക്ഷത്തി അടുത്ത് രൂപയ്ക്ക് ജപ്തി ചെയ്താൽ ഈ നാട്ടിലെ വില ഉണ്ടോ? ഇല്ല. അന്നേരം പിന്നെ ഇവർ ജപ്തി ചെയ്താൽ ഈ പറഞ്ഞ ഈ പാവപ്പെട്ട ആൾക്കാർ എവിടെ ഇറങ്ങിപ്പോവും? ഇത് 2.5 സെന്റിലാണ്. ആകെ അത് 5 സെന്റാണ്. ഒരു ചേട്ടനും എന്നും കൊച്ചുവനും എന്ന് പറഞ്ഞ് 2 പേരുടെ വീതം വെച്ച് 2 പേരും വില വെച്ച് താമസിക്കുന്നു. സണ്ണിക്കാണ് ഭാര്യയില്ല, മരിച്ചുപോയി. ക്യാൻസറായിട്ട് പണ്ട് മരിച്ചുപോയതാണ്. സണ്ണി മകനുമാണ് ആയിട്ട് താമസിച്ചത്. 2 പേരും കൂലിപ്പണിക്കാരാണ്, വെറും സാധാരണക്കാരായ കൂലിപ്പണിക്കാർ. അന്നേരം ഞാൻ ബാങ്ക് സെക്രട്ടറിയോടും ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരോടും കഴിഞ്ഞ ദിവസം തന്നെ ഈ മരിച്ചവൻ തന്നെ 2 ആഴ്ച മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഞാൻ അന്നേരം തന്നെ ബാങ്കിൽ വിളിച്ച് പറഞ്ഞതാണ് ഇവരെ ഇത് ചെയ്യരുത്, കാരണം അതിനുള്ള നടപടി ഉണ്ടാകണം, ഗവൺമെന്റിലേക്ക് നിങ്ങൾ എഴുതണം. ഗവൺമെന്റിന് ഇത് ചെയ്ത് കുറയ്ക്കാനുള്ള സംവിധാനമുണ്ട്. അതേസമയം ഈ ബാങ്കിന്റെ പരിധി പോലും ഇല്ലാത്ത കുറിച്ചി താമസിക്കുന്ന ഒരു വ്യക്തിയുടെ 10 ലക്ഷം രൂപ ഡയറക്ടർ ബോർഡ് മെമ്പർ ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇത്. ഞാൻ ഇന്നലെ സൈറ്റിൽ കയറി ഇതിന്റെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴത്തേക്കിന് ഗവൺമെന്റ് ഓർഡർ തന്നെ ഉണ്ട് ജപ്തി ചെയ്യരുതെന്ന്. പക്ഷേ ഇവിടെ സെയിൽ ഓഫീസറായിട്ടൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്. അയാളുടെ ധാർഷ്ട്യം അതിഭയങ്കരമാണ്. കാരണം നമ്മളൊരു ശുപാർശ പറഞ്ഞിട്ട് പോലും അദ്ദേഹം ഭയങ്കര ധിക്കാരപരമായിട്ടാണ് നമ്മൾ സമീപനം ചെയ്തത്. അവനും മനം തോന്നാണ് ഈ ഇവിടുന്ന് പണിക്ക് പോകാമെന്ന് പറഞ്ഞ് പോയി കോട്ടയത്ത് അനുപമയുടെ അടുത്തൊരു ലോഡ്ജിൽ പോയി താമസിച്ച് ഇന്ന് രാവിലെയാണ് പോലീസിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്കാണ് ഈ സംഭവം നമ്മൾ അറിയുന്നത്. പക്ഷേ പെട്ടെന്ന് ഇവനാണെന്ന് ഒരിക്കലും നമ്മൾ ധരിച്ചിരുന്നില്ല. പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം കഴിഞ്ഞാണ് അവസാനം ഇത് സ്ഥിരീകരിച്ച് ഇന്ന ആളാണ് എന്ന് പറഞ്ഞു. ബോഡി ഇപ്പം മെഡിക്കൽ കോളേജിലുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി കാണാൻ മേലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പം പോവുക. ഇപ്പം റൂം തുറന്ന് പരിശോധിക്കാൻ ഇപ്പം പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ മണവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഇനി വല്ല കത്തുകളുണ്ടോ എന്നുള്ള വിവരം പരിശോധിച്ചാലേ മനസ്സിലാവും. പോലീസ് തന്നെ ഈ കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തണം.